ഓരോന്ന് ഓർക്കും തോറും നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൾ ഫോണെടുത്ത് ആദിയുടെ കോണ്ടാക്ട് എടുത്തു. ഡയൽ ബട്ടണിലേക്ക് അവളുടെ കൈകൾ യാന്ത്രികമായി അമർന്നു. ദേവാ കോളി. ഒപ്പം പുഞ്ചിരിക്കുന്ന നന്ദയുടെ ഫോട്ടോ കണ്ടത് ആദി പുഞ്ചിരിയോടെ ഫോൺ ചെവിയോട് അടുപ്പിച്ചു. ഹലോ ദേവനന്ദ. അവൻ്റെ വിളിയിൽ അവിടെ മിഴികൾ നിറഞ്ഞു. ഹലോ, ഡിവോഴ്സ് കേസ് എന്തായെന്ന് അറിയാനാണ് വിളിച്ചത്. മാരേജ് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. അപ്പോഴേക്കും അവളിൽ നിന്നൊരു ഏങ്ങൽ പുറത്തേക്ക് വന്നു. അവൾ കരയുവാണെന്നവന് മനസ്സിലായി. ഹലോ ദേവ. ദേവേട്ട. കരച്ചിലോടുകൂടി അവൾ വിളിച്ചു. എന്താണ്, എന്തിനാ കരയുന്നത്? ദേവേട്ട ഞാൻ. എന്താ കുഞ്ഞ് കരയാതെ? എന്നിട്ടും അവളുടെ കരച്ചിൽ ചെയ്തു അവൻ്റെ കാതിൽ പതിഞ്ഞു. മോളെ കരയില്ലേ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. അവൻ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ച് പുറത്തേക്ക് പാഞ്ഞു. സതീഷേടാ, കാർ ദേവയുടെ വീട്ടിലേക്ക് വിടും. കാറിലേക്ക് കയറി ഡ്രൈവോട് പറഞ്ഞവൻ ഫോൺ കാതോട് അടുപ്പിച്ചു. ദേവ, എന്തിനാ കരയുന്നത്? എന്നോട് പിണങ്ങിയില്ലേ? എന്നെ കാണാൻ വന്നില്ലല്ലോ. എന്നെ ദേവനന്ദാന്ന് വിളിച്ചില്ലേ? കുഞ്ഞു കുട്ടികളെ പോലെ പരിഭവം പറയുന്ന അവളെ കേട്ടത് അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി മുട്ടിയിട്ടു. നീളെ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു നീ. എൻ്റെ കൂടെ ജീവിതം വേണ്ടെന്ന് പറഞ്ഞു നീ. ഇപ്പം കാണാൻ വരാത്തപ്പം എൻ്റെ കുറ്റാണോ? പിന്നെ ദേവനന്ദയെ ദേവനന്ദ എന്നല്ലേ വിളിക്കേണ്ടത്? എനിക്കറിയാം എന്നോട് ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ വരാത്ത. ഇത്രയും ദിവസം ദേവന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതിനുള്ള മറുപടി ഞാൻ നേരിട്ട് തരാം, കേട്ടോടി കുറുമ്പി. വേണ്ട, എനിക്ക് പേടിയാ. എനിക്ക് വേണ്ട. മരുന്നിറച്ച നീഡിലുമായി അടുത്ത് നിന്ന നഴ്സിനെ കണ്ട് ആ 5 വയസ്സുകാരി കണ്ണു നിറച്ച് പറഞ്ഞു. കുഞ്ഞൻ്റെ ഉവാവ് മാറണ്ടേ? മരുന്ന് നോക്കാതെ എങ്ങനെ മാറാനാ? വേണ്ട, എനിക്ക് പേടിയാ. പോ, ദൈവത്തെ പോകാൻ പറയും. എനിക്ക് വേണ്ട. ചെറിയ വേദന എടുക്കുള്ളൂ കുഞ്ഞ. പഴയ ഓർമ്മയിൽ ആദിയുടെ ചുണ്ടിൽ പുഞ്ചിരി മുട്ടിട്ടു. കാറ് നിർത്തിയതും ആദി അതേ പുഞ്ചിരിയുടെ ഡോറ് തുറന്നിറങ്ങി. ഞാൻ വെയിറ്റ് ചെയ്യണോ മോനെ? വേണ്ട, സതീഷനെ പോയിക്കോളൂ, ഇറങ്ങുമ്പോൾ വിളിക്കാം. വണ്ടി വന്നിരുന്ന ശബ്ദം കേട്ടതും അകത്തിരുന്ന നന്ദയുടെ നെഞ്ചിരിപ്പ് ക്രമാതീതമായി ഉയർന്നു. അയ്യേ, ഞാൻ എന്തൊക്കെയാ പറഞ്ഞു? ദൈവട്ട് എന്ത് വിചാരിച്ചാണ്? എങ്കിലും ഞാൻ ആ മുഖത്ത് നോക്കും. അവൾ കൈകളാൽ മുഖം പൊത്തി. ദേവാ എന്ന് വിളിച്ച് അകത്തേക്ക് വന്നവനെ കണ്ടതും അവളൊരു വിളറിയ ചിരിയാൽ ഡൈനിങ് ഹാളിൽ നിന്ന് ഹാളിലേക്ക് വന്നു. എവിടെയായിരുന്നു? കിച്ചണിലായിരുന്നു. അവൾ തലതാഴ്ത്തി പറഞ്ഞു. അവിടെ നിൽപ്പ് കണ്ടതും അവന് ചിരി പൊട്ടി. ഇത്രയും നേരം എന്നോട് വായിട്ടലച്ച പെണ്ണാണ് അടുത്തു വന്നപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. അവളുടെ അടുത്തേക്ക് ചൂടുകൾ വെച്ചവൻ ചോദിച്ചു. പറദേവ, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. അതിനുള്ള മറുപടി വേണ്ടേ? അവൻ വരുന്നതിനനുസരിച്ച് അവൾ പിന്നോട്ട് അടിവെച്ചതാണെന്ന്. അതിനനുസരിച്ച് അവന് നടന്നു. ഒടുവിൽ അവൾ ഭിത്തിയിൽ തട്ടി നിന്നു. അവനൊരു കൈ ഭിത്തിയിലേക്ക് വെച്ച് അവളിലേക്ക് അമർന്നു നിന്നു. ഇനി എങ്ങോട്ടോടും എൻ്റെ പെണ്ണ്? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. അവൾ പതറി മുഖമുയർത്തി നോക്കി. അവൻ്റെ തീക്ഷ്ണമായ നോട്ടം അവളിലേക്ക് ആഴ്ന്നിറങ്ങി. നന്ദയുടെ കണ്ണുകൾ 4 പാടും പാഞ്ഞു. ഞാൻ ഇവിടെ ഇല്ലേ ദേവ, ഇവിടേക്ക് നോക്കൂ. അവളിലേക്ക് ഒന്നുകൂടി അവൻ അമർന്നു. അവളുടെ മാറിടും അവൻ്റെ നെഞ്ചിലായി അമർന്നു. ദേവേട്ട, വിറയലോട് അവൾ വിളിച്ചു. എനിക്ക് പോണം. എവിടെ? അവൻ്റെ ശ്വാസം അവളുടെ മുഖത്തട്ടി തെറിച്ചു. അവളുടെ നെറ്റിയിൽ ചെറുകണങ്ങൾ പ്രത്യക്ഷമായി. എവിടെ പോകണം നിനക്ക്? അത് ഏത്? ഭിത്തിയിലിരുന്ന അവൻ്റെ കൈ അവളുടെ തോളിലായി മുറുകി. അവൻ്റെ കൈകൾ അവളുടെ കൈകളെ തഴുകി വയറിലായി പിടിമുറുക്കി. അവൾ ഞെട്ടി അവനെ നോക്കിയ നിമിഷം അവൻ്റെ മുഖം അവളുടെ കഴുത്തിൽ അമർന്നു. നിലത്ത് വിരലുകൾ കുത്തി അവൾ ഉയർന്നുപോയി. മിന്നൽ പിണറേറ്റതുപോലെ അവളുടെ ശരീരം വിറകുണ്ട്. അവൻ്റെ ചുണ്ടുകൾ കഴുത്തിലാകെ അരഞ്ഞു നടന്നു. ദേവേട്ട. ചുണ്ടുകൾ കൊണ്ട് പരതി അവൻ മൂളി. ശരീരം കുഴഞ്ഞതുപോലെ ഒരു ബലത്തിനായി അവളുടെ കൈകൾ അവൻ്റെ വയറിൽ പിടിമുറുക്കി. ഇടം കഴുത്തിൽ അവൻ്റെ പല്ലുകൾ ആഴ്ന്നിറങ്ങി. കണ്ണുകൾ മുറുകെ അടച്ചവൾ മുഖം ചരിച്ചു. അവൻ്റെ നാവ് അവിടെ തഴുകിയിറങ്ങുന്നത് അവൾ അറിഞ്ഞു. അവളുടെ ശ്വാസഗതി ഉയർന്നു. വയറിലുള്ള അവളുടെ പിടി മുറുകിക്കൊണ്ടിരുന്നു. ഇനിയും നിന്നാൽ തളർന്നു വീഴുമെന്ന് തോന്നിയതും അവൾ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ച് പിന്നോട്ടാക്കി. കിതപ്പോടെ നിൽക്കുന്ന അവളെ കണ്ടതും അവൻ വശ്യമായ പുഞ്ചിരിയോടെ കുനിഞ്ഞ് കാതോര മുഖം അടുപ്പിച്ചു. എനിക്ക് സ്നേഹം തെളിച്ചു തരണ്ട് ദേവ. പറഞ്ഞിരുന്നു. അവൻ്റെ പല്ലുകൾ അവളുടെ കാതിൽ അമർന്നു. ഒരു വാക്ക് പോലും ഉരിയാടാനാവാതെ അവൾ തളർന്നു. പറ, തെളിയിക്കട്ടെ. അവൻ്റെ കൈകൾ അവളുടെ വയറിലേക്ക് അരിച്ചിറങ്ങി. വേണ്ട. തെളിയിക്കാതെ പിന്നെ എൻ്റെ ഭാര്യയുടെ സംശയം ഞാൻ തീർത്തു കൊടുക്കണ്ടേ? നാഭിച്ചുഴിക്ക് ചുറ്റും വിരലുകൾ പായിച്ചവൻ ചോദിച്ചു.
ദേവേട്ടാ. പറ. വേണ്ട. വേണ്ടേ? അത് പറ്റില്ലല്ലോ. നാഭിച്ചൂടിയിലേക്ക് ചൂണ്ടുവിരൽ കൊണ്ട് കറക്കിയവൻ പറഞ്ഞു. ദേവേട്ടാ. അവൾ പുളഞ്ഞു പൊങ്ങിപ്പോയി. അവിടുന്ന് വിരലുകൾ മാറ്റാതെ അവൻ മൂളി. അച്ഛൻ വരും. വരട്ടെ. ദേവേട്ട മാറിക്കേ. എന്തിന്? ആരെങ്കിലും കാണും. എന്ത്? ഇങ്ങനെ നിൽക്കുന്നത്. അതിനെന്താ? എന്താ ഭാര്യയില്ലേ കൂടെയുള്ള? ഇവിടെ ഇപ്പോൾ ആര് വരാനാ? അവിടെ വയറിലിരുന്ന കൈകൾ മേലെ ടോപ്പിനുള്ളിലൂടെ മുകളിലേക്ക് ചലിച്ചു. പെട്ടെന്ന് അവിടെ കൈകൾ തടസ്സമായി ടോപ്പിന് പുറത്തൂടെ അവൻ്റെ കൈകൾ പിടുത്തമിട്ടു. അവൻ പുരികമുയർത്തി അവളെ നോക്കി. അവൾ വേണ്ടെന്ന് തലയാട്ടി. വേണം. അത് പറഞ്ഞു അവൻ്റെ കൈകൾ അവളുടെ വലതുമാറിൽ അമർന്നു. അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. വീട്ടിൽ കുറച്ച് ലൂസ് ഡ്രസ്സ് ഇട്ടാൽ മതി, അതാ നല്ലത്. അവളുടെ കാതിൽ നാവ് കൊണ്ടൊഴിഞ്ഞ് അവളുടെ മാറിൽ പിടിമുറിക്കാൻ പറഞ്ഞു. അവളുടെ കയ്യിലെ നഖങ്ങൾ അവൻ്റെ തോളിൽ ആഴ്ന്നിറങ്ങി. ഇന്നറിനുള്ളിലൂടെ അവൻ്റെ കൈകൾ ഇറങ്ങാൻ പോയതും അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റി. അവനൊന്ന് പുഞ്ചിരിച്ച് തല കുനിച്ച് നിൽക്കുന്നവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവിടെ പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു. അതെ, സംശയങ്ങളെല്ലാം മാറിയില്ലേ? അതോ ഇനിയുണ്ടോ? പെട്ടെന്ന് ഇല്ലെന്ന് മോളിയവൾ. അപ്പോൾ എന്നാ ഇനി വീട്ടിലേക്ക് തിരിച്ചു വരുന്നേ? അത് ഇന്നും കൂടി ഇവിടെ നിന്ന് നാളെ കൊണ്ടുപോവാം. എന്തൊരു വിഷമം? ദേവേട്ടനും കൂടി നിൽക്കുമോ? നിൽക്കാം. അല്ലാതെ എൻ്റെ പെണ്ണിനെ ഒറ്റക്കാക്കുമോ? അവിടെ നെറുകിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നു. എന്നിട്ട് ഇന്നലെ എന്നെ ഒറ്റക്കാക്കിയല്ലോ. അവളുടെ പരിഭവത്തോടെയുള്ള ചോദ്യം കേട്ടത് അവൻ കുനിഞ്ഞു വന്ന് അവളുടെ ചെവിയിലേക്ക് മുഖടുപ്പിച്ച് പറഞ്ഞു. ആര് പറഞ്ഞു ഞാൻ ഒറ്റക്കാക്കിയെന്ന്? എൻ്റെ നെഞ്ചിലെ ചൂടേറ്റാൽ നീ ഇന്നലെ ഉറങ്ങിയത്. അവൻ്റെ വാക്കിൽ കേട്ടതും അവൾ ഞെട്ടി അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി നോക്കി. കുസൃതി ചിരിയോടെ നിൽക്കുന്ന അവനെ കണ്ടതും അവൾ വിശ്വാസം വരാതെ നിന്നുപോയി. എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിനെൻ്റെ പെണ്ണ് നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ വന്നവും പോയതൊന്നും നീ അറിഞ്ഞില്ല. പിന്നെ രാവിലെ എൻ്റെ ഭാര്യ എനിക്ക് നല്ലൊരു കണിയും കാണിച്ചിരുന്നു. ആ ഓർമ്മയിൽ അവൻ പതിയൊന്ന് ചിരിച്ചു. കണിയോ? നിനക്ക് മാത്രം കാണിക്കാൻ പറ്റുന്ന കണി. ഓ, സോ ഹോട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. അതെന്ത്? അവളിൽ സംശയം നിറഞ്ഞു. കാണിച്ചു തരട്ടെ? അവളൊന്ന് ആലോചിച്ചതിന് ശേഷം മൂളി. അവളുടെ സമ്മതം അറിഞ്ഞതും അവൻ മീശത്തുമ്പ് കടിച്ചതും ചിരിച്ചു. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ഞൊടിയിടയിൽ അവൻ അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. ദേവേട്ടാ, അവൾ പകപ്പോടെ വിളിച്ചു. അടങ്ങി നിൽക്ക് ദേവ. ഞാൻ കണ്ട കണി എന്താണെന്ന് കാണണ്ടേ? കാണണം. എങ്കിൽ അടങ്ങി നിൽക്കണം. അവളൊന്ന് മൂളി. അവൻ അവളുടെ മുമ്പിലായി മുട്ടൂത്തിയിരുന്നു. അവൻ എന്ത് ചെയ്യാൻ പോവാണെന്ന് അറിയാതെ അവൾ പകച്ചു നിന്നു. പെട്ടെന്ന് അവൻ ടോപ്പ് നോക്കി അവളുടെ വയറിലേക്ക് മുഖം കൊഴുത്തി. ദേവേട്ടാ. അവൻ്റെ മീശയും താടിയും കൊണ്ട് ഇക്കിളിയായി അവൾ വിളിച്ചു. ദാ ഇതാണ് ഞാൻ കണ്ട കണി. പറഞ്ഞു കഴിഞ്ഞതും അവൻ ആ ചുഴിയെ ചുണ്ടുകൾ കൊണ്ട് കടിച്ചെടുത്തു. അവൾ നാണത്തോടെ മുഖം കുത്തി. അവൻ ചുണ്ടുകൾ ഒന്നുകൂടി അവിടെ അമർത്തി എഴുന്നേറ്റു. കണ്ണുകൾ മറച്ചു വെച്ചിരിക്കുന്നു. അവളുടെ കൈകൾ അവൻ എടുത്തു മാറ്റി. അവളുടെ കണ്ണുകൾ മുറുകെ അടച്ചിരുന്നു. നാണം വന്നു ദേവ. ദേവേട്ട, അയ്യേ. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതിയടിച്ച് അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ടു. നീ ചോദിച്ചിട്ടല്ലേ ഞാൻ കാണിച്ചു തന്നെ. മതി ദേവേട്ട. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടില്ല ദേവ. അവന് ദീർഘശ്വാസത്തോടെ പറഞ്ഞത് അവളുടെ പല്ലുകൾ അവൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി. സുഖമുള്ള വേദനയിൽ അവൻ കണ്ണുകൾ അടച്ചു. അവളുടെ നെറുകയിലായി ചുംബിച്ചു. പത്മിനിക്ക് ബോധം തെളിഞ്ഞു. അവർ പിന്നീടും വയലൻ്റായി. അവരൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായി ഡോക്ടർ നിർദ്ദേശിച്ചു. ഡോക്ടർ പറഞ്ഞ പ്രകാരം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചത് പത്മിനി കൂടുതൽ വയലൻ്റായി. അവിടെ ഇരുന്ന പേപ്പർ വെയിറ്റ് എടുത്ത് ഡോക്ടറെ നെറ്റിയിലേക്ക് എറിഞ്ഞു ക്യാബിനിൽ നിന്നിറങ്ങി ഓടി. അവരെ പിടിക്കാനായി വന്ന അറ്റൻഡർമാർ അവരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പത്മിനിയെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. വിവരങ്ങളെല്ലാം രാധികയും അറിഞ്ഞു. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. എന്തായാലും എന്നെ ആ ചെറുക്കൻ ഭ്രാന്തിയാക്കിയില്ലല്ലോ, അതന്നെ ഒരു ആശ്വാസം. ആതിഥേയമുള്ള പണി എങ്ങനെയെങ്കിലും കൊടുക്കണേ ഭഗവാനെ. എന്നെ ഈ വിധം കിടത്തിയവൻ നശിച്ചു പോവും. രാധിക മനസ്സിലവനെ പ്രാഗിക്കൊണ്ടിരുന്നു. വീട് ദേവേട്ട, അച്ഛവന സമയമായിട്ടോ. ആവുന്നല്ലേ ഉള്ളൂ, വന്നില്ലല്ലോ. അവിടെ വയറുള്ള പിടിമുറുക്കി തോളിൽ ചുണ്ടുവിരസവൻ പറഞ്ഞു. ദേവേട്ട മാറിക്കേ, ഇങ്ങനെയൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയല്ലേ ശീലാവുന്നു.